ഞാനൊരു ചിക്കൻ്റെ റെസിപ്പി ആട്ടോ ഇന്ന് കാണിക്കുന്നത്. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല, എന്ത് വേണമെങ്കിലും പേരിടാം. അതിന് വേണ്ടി ആ ചിക്കൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിനുള്ള പൊടികൾ മുളക് പൊടിയുണ്ട്, പെപ്പർ പൗഡറുണ്ട്, ഉപ്പുണ്ട്, ഗരം മസാലയുണ്ട്, പെരുംജീരകത്തിൻ്റെ പൊടിയുണ്ട്, വെളുത്തുള്ളിയുടെ പൊടി, പിന്നെ ഇഞ്ചിയുടെ പൊടി, സവോളയുടെ പൊടി. ഇത് മൂന്നും നിർബന്ധമില്ല കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണെങ്കിലും മതി. ഞാൻ ഈ പൊടികൾ മാർക്കറ്റിൽ കണ്ടു, അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ആണെങ്കിലും മതി. ഞാനിതിപ്പോൾ വെളുത്തുള്ളിയുടെ പൊടി, ഇഞ്ചിയുടെ പൊടി, പിന്നെ നമ്മുടെ സവോളയുടെ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഒരു നാരങ്ങ ഫുള്ളായിട്ട് എടുക്കണം കേട്ടോ, ഒരു മുറിയല്ല, ഒരു നാരങ്ങ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം, ഓരോരുത്തർക്ക് പുളി വേണം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഞാനിത് ഒരു നാരങ്ങ ഞാനിത് പിഴിഞ്ഞൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ചിക്കനിൽ പുരട്ടി വെച്ചിട്ട് വരാം. അപ്പം ഞാൻ ചിക്കൻ പുരട്ടി വെച്ചിട്ടുണ്ട്. ചിക്കൻ ചെറിയ പീസായിട്ടാണ് മുറിച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അത് അടച്ച് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വരാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിത് എയർ ഫ്രയറിലായിട്ടാണ് വറുത്തത്. അത് ആ വീഡിയോ വിട്ടുപോയി. ഇപ്പോൾ വറുത്ത് കഴിഞ്ഞപ്പോൾ എയർ ഫ്രയറിൽ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തന്നെയും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്ക് കഴിക്കാം, ഒട്ടും എണ്ണയില്ലല്ലോ. ഇത് എടുക്കുക. ഇത് എടുത്ത് വെച്ചിട്ട് നമുക്ക് ഒരു കടായി അടുപ്പത്ത് വെച്ച് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പിലയൊക്കെ ചൂടാക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ടൊമാറ്റോ സോസ്, പിന്നെ കുറച്ച് സോയാ സോസ് കുറച്ച് മതിയാവും കേട്ടോ. കാരണം ഉപ്പ് നമ്മൾ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ. ഈ സോയാ സോസിന് കുറച്ച് ഉപ്പുണ്ട്. അപ്പോൾ ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് മുളക് ചതച്ചതിടാം. മുളക് ചതച്ചതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടിയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. പിന്നെ ഇതിലേക്ക് ഇവിടെ ചില്ലിയുടെ സോസ് ഉണ്ടെങ്കിൽ ചേർക്കാം കേട്ടോ. ചില്ലി സോസ്, ഹോട്ട് ചില്ലി സോസോ അതുണ്ടെങ്കിൽ ചേർക്കാം. ഞാനതില്ലാത്തത് കൊണ്ട് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. നമ്മൾ ചിക്കനിൽ മുളക് ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതിനുള്ള എരിവുണ്ട്. അതാണ് ഞാനിപ്പോൾ കാശ്മീരി മുളക് ചേർത്തത്. ചില്ലി പേസ്റ്റാണ് ഇതിന് നല്ലത്. ഇനി കുറച്ച് വിനാഗിരി ഒഴിക്കാം. ഇനി കുറച്ചൊരു പുളിരസം പോലെ വരാൻ കുറച്ച് വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് ഇളക്കി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. കുറച്ച് വെള്ളം ഒഴിക്കാം. ആ സ്പൂൺ അതിലേക്ക് വീണു. വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പം നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഇങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് കുറേശ്ശെ എടുത്തിട്ട് ഓരോ ദിവസം ഓരോ ടേസ്റ്റിലുണ്ടാക്കി കൊടുക്കാൻ പറ്റും. ഈ സോസുകൾ മാറ്റി മാറ്റി കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഞാൻ ഇന്നൊഴിച്ചത് സോയാ സോസും ടൊമാറ്റോ സോസും അല്ലേ. അതല്ലാതെ മറ്റേ ഷെസ്വാൻ സോസ്, അങ്ങനെ പലതരം സോസുകൾ കിട്ടുമല്ലോ. അങ്ങനെ മാറ്റി മാറ്റി കൊടുത്താൽ മതി. പിന്നെ നമുക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കാം. അങ്ങനെ പല രീതിയിൽ എല്ലാം ആദ്യം ഫ്രൈ ചെയ്തിട്ടാണ് ഈ തരം ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത്. പിന്നെ ചില്ലി ചിക്കൻ അതൊക്കെ ഉണ്ടാക്കാം ഇങ്ങനെ. ഇപ്പോൾ നമ്മളിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളം വറ്റട്ടെ. ഇനി ഗ്രേവി വേണമെന്നുള്ളവർക്ക് അതോടുകൂടി ആവാം. ഇവിടെ ഗ്രേവി വേണ്ട, ഞാൻ ഡ്രൈ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സവോള ഇട്ട് കൊടുക്കാം. സവോള ആദ്യം ഇടാത്തത് വല്ലാതെ കുഴയണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ. ഇതൊന്ന് ചിക്കൻ്റെ ചൂടിൽ കിടന്നൊന്ന് വാടിയാൽ മതി. സവോള ഇട്ട് കൊടുത്തു. ഇനി കുറച്ച് തക്കാളി. ഇനി നമുക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം, പല കളറുള്ള ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കളർഫുള്ളാവുമല്ലോ. തീയൊക്കെ ഓഫ് ചെയ്തിട്ട് കേട്ടോ. തീ ഓഫ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാനുണ്ട്. അത് തേങ്ങാക്കൊത്ത്. അത് ആദ്യം ഒന്ന് ഫ്രൈ ആവേണ്ടതാണ്, അതിന് മറന്നു പോയിട്ട് ഇടാൻ. ഒരു ഭംഗിക്ക് തേങ്ങാക്കൊത്തും കൂടെ. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല കേട്ടോ. ഇത് ഇടയ്ക്കൊന്ന് കടിക്കാൻ ടേസ്റ്റ് ഉള്ളത് കൊണ്ട് അങ്ങനെ ഇടുന്നു എന്ന് മാത്രം. ഇനി അതും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. അതായത്
നമ്മുടെ തേനില്ലേ, ഹണി കുറച്ച് ചേർക്കാം. അപ്പോൾ ഒരു ഗ്ലേസിങ് പോലെ വരും. അപ്പോൾ കുറച്ച് ഹണിയും കൂടെ ചേർത്ത്, കുറച്ച് മതി, അധികം വേണ്ട, കുറച്ച് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയോ നൂൽപുട്ടിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മൾ സെർവിങ് ബൗളിലേക്ക് മാറ്റാം. എന്നിട്ട് ഡെക്കറേറ്റ് ചെയ്യുക. അത് നമ്മുടെ ഇഷ്ടം പോലെ. ഞാനിപ്പോൾ ഇവിടെ എന്താ ഉള്ളത്, കുറച്ച് സവോളയുണ്ട്, അത് മുകളിൽ ഇട്ട് കൊടുക്കാം. പിന്നെ എന്താ, ഒരു പച്ചമുളക്, ഒരു പല കളറായിക്കോട്ടെ, പച്ചമുളക് അല്ല, ഒരു പഴുത്ത മുളക്, നമ്മുടെ സാധാ മുളകുണ്ടല്ലോ, അത് പഴുത്തത് ഒരെണ്ണം കയറി വെച്ച് കൊടുത്തു. പിന്നെ ഒരു പച്ചമുളകും കൂടെ വെച്ച് കൊടുത്തു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. നമ്മുടെ ചിക്കൻ കറി റെഡിയാണ്. അപ്പോൾ വേറെ ഒരു ഡിഷുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ.